ഞാനിന്നലെ ആ പടം കണ്ടതിൽ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അനുഭവിച്ച അതേ രീതിയിലാണ് പൃഥ്വിരാജ് സാർ ഈ കഥ ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരാളുടെ അടുത്ത് ഞാൻ ചെന്ന് വീഴുമെന്ന് എനിക്ക് അവിടെ ചെന്നിറങ്ങി എൻ്റെ വീട്ടിലേക്ക് ഒരു കത്ത് അയക്കാനോ പിന്നെ അവരുമായിട്ട് സംസാരിക്കാനോ അവരുടെ ഭക്ഷണം കറക്റ്റായിട്ട് തരാനോ ശമ്പളം കിട്ടിയില്ലെങ്കിലും ഇത്രയും സംഭവങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ച്. ഹായ്, നമസ്കാരം. ഒരുപാട് അതിജീവനത്തിൻ്റെ കഥകൾ കേട്ടവരാണ് നമ്മൾ മലയാളികൾ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാസ ലോകത്തുള്ളവരെ കുറിച്ചും അറിഞ്ഞവരാണ് നമ്മൾ മലയാളികൾ. ഇന്നിതാ വേറിട്ടൊരു അനുഭവമായി 16 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു നോവൽ ആടുജീവിതം സിനിമയായിരിക്കുകയാണ്. തിരശീലയിൽ പൃഥ്വിരാജ് നജീബായി നമ്മുടെ മുമ്പിലെല്ലാം അഭിനയിച്ച് നമ്മളുടെ എല്ലാം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു ആ ഒരു ജീവിതം അനുഭവിച്ചൊരു മനുഷ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ആറാട്ടുപുഴക്കാരൻ നജീബ് എന്ന ഷുക്കൂറിക്ക. പടം ഒരുപാട് ഹിറ്റായിട്ടുണ്ട്. കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ആദ്യം തന്നെ അതാണ് കെട്ടിപ്പിടിച്ചത്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന പരമാവധി അനുഭവിച്ച് അതിൽ നിന്ന് സർവൈവ് ചെയ്തു എന്ന മനുഷ്യനാണ് ഇക്ക. ഈ അവസരത്തിൽ സിനിമ ഇക്ക കണ്ടതാണ്. ഇക്കയുടെ ഒരു പടം കണ്ടതിന് ശേഷമുള്ള ഒരു അനുഭവം എന്തായിരുന്നു? ഞാനിന്നലെ ആ പടം കണ്ടതിൽ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അനുഭവിച്ച അതേ രീതിയിലാണ് പൃഥ്വിരാജ് സാർ ഈ കഥ ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഇത്രയും മെലിഞ്ഞിങ്ങനെ ഈ പൃഥ്വിരാജ് എന്നൊരു മഹാനടൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ നമ്മൾ കണ്ടതാണ്. അതിന് അഭിനന്ദനം പോരാ, അതിനൊരു അവാർഡ് തന്നെ കിട്ടിയാൽ മതിയാവുള്ളൂ. പക്ഷേ അതിലൊക്കെ ഉപരി റിയൽ നജീബ് അല്ലെങ്കിൽ നജീബ് എന്ന വ്യക്തി, ഷുക്കൂർ എന്ന വ്യക്തി അനുഭവിച്ച ഒരു സമയമുണ്ട്. ആ ഒരു ലൈഫ് ഇന്നലെ ആ സിനിമയിൽ കണ്ട രംഗങ്ങളെല്ലാം ഇക്കയുടെ കണ്ണിൽ ഇപ്പോഴും ഉണ്ടാവും. ആ മരുഭൂമിയിലൂടെയുള്ള ഓട്ടം, സിനിമയിൽ അർബാബ് ഉപദ്രവിക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോൾ ഇക്കയുടെ ആ പഴയ ലൈഫിലേക്ക് തിരിച്ചു പോയിരുന്നു ഒരു സമയത്ത്. അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കാരണം എനിക്ക് അതൊന്ന് കണ്ടിട്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്തുള്ളിരുന്ന ആൾക്കാർ വരെ അത് ഒരു സമാധാനപ്പെടുത്തി. കാരണം പിന്നെ ആ എന്നെ അടിക്കുന്ന രംഗങ്ങളും പിന്നെ ആ പൃഥ്വിരാജ് സാർ ആ ഇത് പാൻറ് ഇങ്ങനെ കാണിക്കുന്ന രംഗമൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് ഈ കാലൊക്കെ മരുഭൂമിക്കിടെ നടന്നിട്ട് ശരിക്കും കറക്റ്റാണ്. നടന്ന കാര്യങ്ങൾ അത് ഞാൻ ചാടി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് മൊത്തം പൊട്ടി ഇതായിട്ടിരിക്കുക നടന്നിട്ടുണ്ട്. ഇത്രയും മരുഭൂമിക്കിടെ ഓടിയിട്ട് ഓടുമായിരുന്നു. അത് അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം രക്ഷപ്പെടാനായിട്ട് പോകുന്നത് കാണിക്കുന്നത് അത് നടന്ന സംഭവമാണ്. അർബാബ് എന്ന് ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കഥ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷ്വലൈസേഷൻ, അതായത് സിനിമയിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകൻ എന്ന നിലയ്ക്കുണ്ടായൊരു വിഷമം അത് വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അത്ര വിഷമം സംഭവിച്ചെങ്കിലും ഞാൻ അന്നവിടെ അനുഭവിച്ച എനിക്ക് ഒറ്റയ്ക്കുള്ള അനുഭവം എന്തായിരിക്കും നിങ്ങളത് മനസ്സിലാക്കണം. അന്നവിടെ അത്ര അനുഭവിച്ചെങ്കിലും ഇപ്പൊ നമുക്ക് ഈ അതായത് ഒരുപാട് നോവുകൾ അനുഭവിച്ചു വന്ന് ഇപ്പൊ ഒരു കുളിരുണ്ട്. അതെ അല്ലേ? ഇപ്പൊ ഒരു കുളിരുണ്ട്. അതെ. ഇപ്പൊ ഈ കാര്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ അവിടുത്തെ ആ കാര്യത്തെ പറ്റി ഇപ്പോഴും എനിക്ക് എന്റെ കണ്ണിൽ ഇപ്പൊ നിങ്ങൾ ഒരു വിഷമം എന്റെ കണ്ണിൽ വരുന്നില്ലേ? ആ ഫീലിംഗ് ഇപ്പോഴും വരുന്നുണ്ട്. അതെ, ആ ഒരു നോവ് ഇപ്പോഴും ആ മനസ്സിൽ കിടപ്പുണ്ട്. കിട്ടിയ അടികളാണെങ്കിലും വീട്ടുകാരെ ഓർത്തിട്ടുള്ളതാണെങ്കിലും ഇപ്പോഴും അന്നത്തെ അടി തലയ്ക്കുള്ള അടിയുടെയൊക്കെ തലവേദന ഇപ്പോഴും ഒറ്റ ദിവസം ഒരു പനാടോ ഡോളോ കഴിക്കാത്ത ദിവസങ്ങളില്ല. അതാണ് നീറുന്ന ഓർമ്മകൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും നോവൽ ഇറങ്ങിയിട്ട് ഇത്ര നാളായെങ്കിലും സിനിമ ദൃശ്യാവിഷ്കാരം വരേണ്ടി വന്നു ഇക്കയുടെ ലൈഫൊന്ന് അല്ലെങ്കിൽ ആളുകൾ ഇക്കയെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ ഇത്ര ആളുകൾ വരുന്നു, വീഡിയോ എടുക്കുന്നു. ബ്ലെസ്സി എന്ന അതുല്യനായ സംവിധായകൻ പൃഥ്വിരാജ് കെട്ടിപ്പിടിക്കുന്നു. എന്താണ് ഇക്കയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ലോകം മൊത്തമുള്ള ആൾക്കാരെന്നെ വിളിച്ച് ഇതുപോലെയൊക്കെ ആശ്വസിപ്പിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജ് സാറ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് എൻ്റെ ഒരുപാട് ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. സിനിമ കണ്ടിറങ്ങിയ കുറെ നടന്മാരും നടിമാരും ഇക്കയുടെ റിയൽ ലൈഫിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പൃഥ്വിരാജ് ചെയ്തു വെച്ചത് അത്രത്തോളം ഉണ്ടെന്നാണ് അതിനർത്ഥം. അതിൽ കുറെ രംഗങ്ങൾ കണ്ടിട്ട് നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ട്. അതെല്ലാം കരച്ചിലായിരുന്നത് കാണുമ്പോഴൊക്കെ, ആ മരുഭൂമി ഇങ്ങനെ കാണുമ്പോഴേ കരച്ചിൽ വന്നു. അത്രയും ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുമോ. ഈ കാലിന് അടി കിട്ടുന്നതായിട്ടും ഞൊണ്ടി നടക്കുന്നതായിട്ടൊക്കെ പൃഥ്വിരാജിന്റെ സീനിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇക്കയുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ഇന്നലെ ആ സിനിമയിലൂടെ കണ്ടു കാണുമായിരിക്കും. ആട് നമ്മൾ ടപ്പ് പോകുന്ന പറഞ്ഞ് അടിക്കുന്ന സംഭവം. പക്ഷെ അതേപോലെ എത്ര അടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ആടിന്റെ അടി ഞാൻ മറിയും എത്ര പ്രാവശ്യം
നടുവിനൊക്കെ വന്നിരിക്കും, കാലിലൊക്കെ യാതൊരു ചികിത്സയും ലഭിച്ചിട്ടില്ല. ആരും എന്ത് ചികിത്സ, എല്ലാം അല്ലാഹു മാത്രം, നമ്മുടെ ദൈവങ്ങൾ മാത്രമേ. നമ്മളിപ്പോൾ സിനിമ കണ്ടപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇക്കായ രക്ഷകനായിട്ട് വന്നൊരു ഒരാള്. ആ ആളെ പറ്റി ഇക്കാക്ക് പറയുമ്പോൾ ഇന്നും അയാളെ ഇനി ഒരിക്കൽ കണ്ട എന്താണ് ഇക്കാക്ക് പറയാനുള്ളത്? അയാളെ എന്നെ കഴിക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. അത്രയ്ക്ക് എനിക്ക് എന്നെ രക്ഷപ്പെടുത്തിയ ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് മറക്കാൻ, അത് എങ്ങോട്ട് പോയെന്ന് എനിക്ക് ഒരു പിടിയില്ല. അതിൽ നമുക്ക് പറയാൻ പറ്റില്ല, സിനിമയുടെ ഏറ്റവും വലിയൊരു സീക്രട്ട് പോയിന്റ് ആണ് അതിൽ. പൃഥ്വിരാജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ലോസ് എന്നൊക്കെ പറയുന്നെങ്കിൽ അങ്ങനെ അല്ല അതിന് പറയാൻ പറ്റില്ല. അത്രയും ഭീകരമായ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത്രയും ഇതായതെന്ന് എനിക്കൊരു അതിശയമായിപ്പോ ഇത് കണ്ടപ്പോൾ. ചാടാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഈ പാൻ്റെ എടുത്തിട്ടപ്പോൾ അതിനകത്ത് ഇതുപോലെ തന്നെ ലൂസായിട്ട് ബട്ടൺസ് അടുപ്പിക്കാൻ പറ്റുന്നില്ല. തിരിച്ചു വരാൻ വേണ്ടി നോക്കുന്നു. അപ്പോഴും ഞാൻ ഇതുപോലെ ഒരു എന്തോന്നെടുത്ത് കയറി കെട്ടുമായിരുന്നു കയറെടുത്ത് പാൻറ്. ഇത് അതേ സീന് തന്നെയാണ്. അതേ സീനാണ് ഇപ്പോൾ. ഇത് എങ്ങനെ ഇയാൾ ഇത് പൃഥ്വിരാജ് സാർ എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരാൾ ഇങ്ങനെ ഇത്രയും മെലിഞ്ഞ് ഇതാക്കാനുള്ള എങ്ങനെ ആയെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നേരിട്ട് കണ്ടോ ഇതിനു ശേഷം? ഇതിന് ഇപ്പൊ ഈ പടം ഇറങ്ങിയാൽ പിന്നെ കണ്ടില്ല, അല്ലാതൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും കാണാനൊരു അവസരം കിട്ടി, ആദ്യം ഒരു ഉമ്മ കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാനൊരു ഭയങ്കര ആവേശം. ഇക്കയുടെ ജീവിതം ഇനി മുന്നോട്ട് പോകും തോറും കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടുകാരെല്ലാവരും. പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിന് ഒരുപാട് വശങ്ങളുണ്ടാവും. പക്ഷേ ഇക്കയുടെ ലൈഫിൽ ഇന്നും, അല്ലെങ്കിൽ നജീബ് എന്ന ഷുക്കൂർ എന്ന വ്യക്തിയുടെ ലൈഫിൽ ഇന്നും മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സത്യമല്ലേ? അതെ. നിങ്ങൾ വന്ന് പിന്നെ ഒരു ആയിരക്കണക്കിന് ചാനലുകാരും യൂട്യൂബുകാരും എല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം എല്ലാവരുടെയും വീടിന്റെ ഭാഗത്ത് കൂടെ വന്ന് അവരെല്ലാവരും കണ്ടിട്ടാ വയ്ക്കാക്ക് എന്താ വഴിയില്ലേ എന്നൊക്കെ ചോദിച്ചാണ് പോയതല്ല. അതെ. ആ പറഞ്ഞു വന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നജീബിക്ക ഇന്നും ഒരു സാധാരണക്കാരനായിട്ട് തീരദേശത്തിൻ്റെ കടലിൽ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. സ്വന്തമായി വീട്ടിലേക്ക് പോകാനൊരു വഴി പോലും ഇല്ലാത്ത, ഇന്നും പലരോടും എല്ലാവരും ചാനലുകാർ വരുന്നുണ്ട്, നേതാക്കന്മാർ വരുന്നുണ്ട്, എല്ലാവരും മറ്റൊരാളുടെ വഴിയിൽ കൂടിയാണ് നജീബിക്കയുടെ വീട്ടിലേക്ക് പോകുന്നത്. സ്വന്തമായ ഒരു വഴിയില്ലാത്ത ഒരു വീട്ടിലാണ് ഇക്കായും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം താമസിക്കുന്നത്. നമ്മുടെ അയലത്തുകാരൊക്കെ അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരായതുകൊണ്ട് അവരുടെ ഇന്നും നജീബിക്കയോടുള്ള ആത്മാർത്ഥമായ സ്നേഹം അവരുടെ അയലത്തുകാർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വഴിയുള്ളതും പോകാൻ സാധിക്കുന്നത്. എനിക്ക് അതിനകത്ത് വിഷമമുണ്ട്. കാരണം എന്നും ഇത്രയും ആൾക്കാർ വീട്ടിലോട്ട് പറഞ്ഞെല്ലാം എല്ലാവരുടെ മുറ്റത്തോടെ എന്നും നമുക്ക് സ്വന്തമായ ഒരു വഴി, നമ്മളൊരു വണ്ടി ഓടിച്ച് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യൻ്റെ ഏറ്റവും ചെറിയൊരു ആഗ്രഹമാണ്. വലിയ ആഗ്രഹമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച, ഒരുപാട് യാതനകൾ അനുഭവിച്ച, ഇന്നിപ്പോൾ ഒരു സിനിമ വരേണ്ടി വന്നു നജീബ് എന്ന വ്യക്തിയുടെ മണൽ അല്ലെങ്കിൽ മരുഭൂമിയിലെ ദുരിതങ്ങൾ അറിയാൻ നമുക്കിന്നൊരു സിനിമ ആവശ്യമായി വന്നു എന്ന് പറയുന്നതിൽ തന്നെ ഒരു ഖേദമുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇക്കയുടെ ജീവിതം ഇനിയൊന്ന് മെച്ചപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ആ മെച്ചപ്പെടുന്നതിലേക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഇനി വീഡിയോ വന്ന് എടുക്കാനുള്ളവരാണെങ്കിലും സിനിമയുടെ അണിയറ പ്രവർത്തകരാണെങ്കിലും ഇക്കയുടെ ചെറിയ ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. സ്വന്തമായി ഒരു വസ്തു വാങ്ങി അതിൻ്റെ അകത്തൊരു വഴിയുള്ളൊരു വീട്ടിലോട്ട് താമസം മാറണമെന്നാണ് നജീബ് എന്ന വ്യക്തിയുടെ ഏക ആഗ്രഹം. കുടുംബമായി മകളെ കെട്ടിച്ചു, മകൾക്ക് മക്കളുണ്ട്. വേറെ ഒരു ആഗ്രഹവും നജീബ് എന്ന വ്യക്തിക്ക് തീർത്തുമില്ല. ആകെ നജീബ് എന്ന വ്യക്തിക്ക് ഒരു ആഗ്രഹം നല്ലൊരു വീട്ടിലേക്ക് വസ്തുവും വഴിയും കാര്യങ്ങളും ഉള്ള ഒരു വീട്ടിലേക്ക് മാറണമെന്ന് മാത്രം. വീടെന്നല്ല, ഒരു ചെറിയ വീട്ടിലോട്ട് വഴികളൊരു വീട്ടിലോട്ട് മാറണം. അതാ മനുഷ്യൻ്റെ ഒരു നിഷ്കളങ്കതയാണ് പറയുന്നത്. എന്നിരുന്നാലും നമ്മൾ ഒരു 5 സെൻറ്റ് വസ്തുവിലേക്ക്, ഒരു വീട്ടിലേക്ക്, ഒരു വഴിയുള്ളൊരു വീട്ടിലേക്ക് മാറണം. വഴിയില്ല. നിങ്ങൾ വന്നവർക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, വന്നു പോയിട്ടുണ്ട്. പക്ഷേ ആരും ആ വഴിയെപ്പറ്റി ഒന്ന് ചോദിക്കുകയോ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഒന്ന് ചോദിക്കുകയോ ചെയ്യാത്തവരാണ് ഭൂരിഭാഗം പേരും. അല്ല, ചെയ്തിട്ടില്ല എന്നല്ല, ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സിനിമ വിജയിക്കുന്നതോടെ പൃഥ്വിരാജ് എന്ന നടന് കിട്ടുന്ന അഭിനന്ദനങ്ങളോടെ, അവാർഡുകളാവട്ടെ, ബ്ലെസി എന്ന സംവിധായകന് കിട്ടുന്ന എന്ത് നേട്ടങ്ങളാവട്ടെ, അതിൻ്റെ ഒപ്പം നജീബിൻ്റെ ജീവിതവും പച്ച പിടിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരോടും എന്താണ് അവരോട് കൊടുക്കാനുള്ളൊരു മെസ്സേജ്? ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമ പോയി കാണണം. കണ്ടാലേ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റത്തുള്ളൂ. ഈ പടം എത്രയും നല്ലപോലെ വിജയം വരുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അത്രയേറെ മികച്ച ക്വാളിറ്റിയിൽ, മികച്ച നിലവാരത്തിലെടുത്തൊരു പടമാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഒപ്പം നജീബിക്കയെ ചേർത്ത് പിടിക്കുക. ഇതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. നാട്ടുകാരെന്ന നിലയ്ക്ക് ഇക്കയുടെ ജീവിതം മെച്ചപ്പെടാൻ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക. സിനിമക്കാരാവട്ടെ,
വീഡിയോ എടുക്കുന്നവരാകട്ടെ എന്ത് തന്നെ ആയാലും ചേർത്ത് പിടിക്കുക. ഈ മനുഷ്യൻ അനുഭവിച്ചത് വെച്ചിട്ട് നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല. അതിജീവനം അത് ഇദ്ദേഹത്തിൻ്റേതാണ്.